കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അച്ഛന്മാർക്കും അതുപോലെ തന്നെ അമ്മമാർക്കും ഒരേപോലെ നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോടതി ഉത്തരവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വിധി ആദ്യം ഒന്ന് വായിക്കാം, അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് പറയാം. വിധി ഇങ്ങനെയാണ്: മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഗ്രേവ് അലിഗേഷൻസ് ബിറ്റ്വീൻ പാരൻസ് ഷുഡ് നോട്ട് ബി ആൻ ഇംപിഡിമെൻറ്റ് ടു എ ചൈൽഡ്സ് റൈറ്റ് ടു ഹാവ് കെയർ, കമ്പനി ആൻഡ് അഫെക്ഷൻ ഓഫ് ബോത്ത് ദി പാരൻസ് എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെയധികം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്നു. അങ്ങനെ പെരുമാറുന്നൊരു സാഹചര്യത്തിൽ ഭർത്താവിന് പ്രഷർ കൊടുക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊവോക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ കുട്ടീനെ അമ്മ കൊടുക്കാതിരിക്കുന്ന സാഹചര്യം, അങ്ങനെ വരുന്ന സാഹചര്യം, കുട്ടീനെ കാണിക്കാതിരിക്കുന്ന സാഹചര്യം, വീഡിയോ കോൾ ചെയ്യുമ്പോൾ കോള് അറ്റൻഡ് ചെയ്യാത്തൊരു സാഹചര്യം, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യണം? കുടുംബ കോടതിയിൽ പോയിട്ട് കുട്ടീനെ കാണുവാനായിട്ട് എന്ത് ചെയ്യണം? ഗാർഡിയൻ OP എന്ന് പറയുന്ന ഒരു പെറ്റീഷൻ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യണം. അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ കോടതി നോക്കുന്ന ഒരേ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ: ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊന്നും കോടതിക്ക് വിഷയമല്ല. കോടതി ഒരു കാര്യം മാത്രമേ നോക്കുള്ളൂ, എന്താണ്? ആ കുട്ടി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരനാണ്. ആൺകുട്ടിയാലും കുഴപ്പമില്ല, പെൺകുട്ടിയാലും കുഴപ്പമില്ല, ഒരു ഇന്ത്യൻ പൗരനാണ്. ഒരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അവകാശമാണ് ആ കുട്ടിക്ക് ഒരേപോലെ അച്ഛൻ്റെ കസ്റ്റഡിയും അതുപോലെ തന്നെ അച്ഛൻ്റെ സ്നേഹവും ലാളനയും. അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ബന്ധുക്കളും അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അമ്മയും അമ്മയുടെ ബന്ധുക്കളുടെയും കെയർ ആൻഡ് അഫെക്ഷൻ ലവും കുട്ടിക്ക് ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും കേസ് ഫയൽ ചെയ്യാം. കാരണം കുട്ടിയുടെ അവകാശമാണ് അച്ഛനമ്മേനെയും കാണുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ അവകാശമായതുകൊണ്ട് കോടതിക്ക് നിർബന്ധമായിട്ടും കസ്റ്റഡി അനുവദിച്ച് തന്നേ മതിയാകൂ എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. ആ വാക്ക് പ്രത്യേകം നോക്കാം: ചൈൽഡ്സ് റൈറ്റ് ടു ഹാവ് കെയർ, കമ്പനി ആൻഡ് അഫെക്ഷൻ ഓഫ് ബോത്ത് ദി പാരൻസ് എന്ന് വ്യക്തമായി ആ വിധിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലേ? സോ ആർക്കെങ്കിലും കുട്ടികളെ കാണാതെ ബുദ്ധിമുട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വിധി ഉപയോഗിക്കുക, കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ഷൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.